C4 കാർപ്പറ്റ്സ് ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ചയില്ലാതെ ബ്രാൻഡഡ് കർട്ടനുകളുടെയും ഫർണിഷിംഗ് ഐറ്റംസുകളുടെയും അതിവിപുലമായ ശേഖരം 2 നിലകളിലായി ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ. കൊച്ചിയിൽ ഹോൾസെയിൽ കിട്ടുന്ന ആകെ ഒരു സ്ഥാപനം ഞങ്ങളുടെ ഷോപ്പാണ്. അത് നെറ്റ് കട്ട്. നമ്മൾ സ്റ്റാർട്ടിംഗ് റേഞ്ചിനായിരിക്കും ഇത് കാർട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 130 സ്റ്റാർട്ടിംഗ് ആണ്. വിൻഡോ 130, ഡോർ 150, വെറും 20 രൂപ. 4 മാറ്റ് വെറും 79 രൂപ. ഫാമിലി ബെഡ്ഷീറ്റ് വെറും 300 രൂപ. റിലയൻസിന്റെ 100% റിലയൻസിന്റെ 475 രൂപ 2 പീസിന്. C4 കാർപ്പറ്റ്സ്, ഒരു ദശാബ്ദത്തിന്റെ പാരമ്പര്യം. പള്ളുരുത്തിയുടെ സ്വന്തം C4 കാർപ്പറ്റ്സ്. വർഷങ്ങൾക്ക് ശേഷം മേരി ഗ്രേസി ഭൂമിയുടെ അവകാശിയായി. KJ മാക്സി MLA പട്ടയം കൈമാറി. വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ ഉടമയായ സന്തോഷത്തിലാണ് മേരി ഗ്രേസി എന്ന വീട്ടമ്മ. ഫോർട്ട് കൊച്ചി സെന്റ് ജോൺ പാട്ടത്ത് ഫിഷർമാൻ കോളനിയിലാണ് മേരി ഗ്രേസി കഴിഞ്ഞ 50 വർഷമായി താമസിച്ചു വരുന്നത്. എന്നാൽ ഈ ഭൂമിക്ക് പട്ടയം കിട്ടിയിരുന്നില്ല. സാങ്കേതിക പ്രശ്നങ്ങളിൽ ഊന്നിയാണ് പട്ടയം നൽകാൻ കഴിയാതിരുന്നത്. 6 വർഷം മുമ്പ് വീണ്ടും പട്ടയത്തിന് അപേക്ഷിച്ചു. അന്നത്തെ രാമേശ്വരം വില്ലേജ് ഓഫീസറായിരുന്ന ജോസഫ് ആന്റണി എർട്ടിസ് ഇവർക്ക് പട്ടയം ലഭിക്കുന്നതിന് വേണ്ടി വ്യക്തമായ ഇടപെടലുകൾ നടത്തി. തുടർന്ന് വന്ന കൊച്ചി തഹസിൽദാർ CR ഷനോജ് കുമാർ പട്ടയം നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. ഇതോടെയാണ് മേരി ഗ്രേസിക്ക് പട്ടയം എന്ന സ്വപ്നം സാഫല്യമായത്. ഒരുപാട് ഇതിന്റെ പുറകെ പോയി. പക്ഷെ ഇപ്പോഴാണ് ഇത് സാധിച്ചു തന്നത്. ഇവിടെയുള്ള എല്ലാ ഓഫീസിലെ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹരീസൻ സാറ്, സിജി മേഡം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് ഞാൻ നടന്നിട്ടുണ്ട്. എത്ര വർഷമായി നമ്മൾ ഈ പട്ടയത്തിന് വേണ്ടി ഇതിനു വേണ്ടിയിട്ട് നടക്കണത് 2006 തുടങ്ങി നടക്കുന്നത്. 50 വർഷം എടുത്ത് മരിച്ചുപോയി. ഇത് കൊടുത്ത് അപേക്ഷ കൊടുത്തത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ മരിച്ചു. കൊച്ചി താലൂക്ക് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ KJ മാക്സി MLA മേരി ഗ്രേസിക്ക് പട്ടയം കൈമാറി. കൊച്ചി മണ്ഡലത്തിൽ നിരവധി പേർക്കാണ് വർഷങ്ങളായി കിട്ടാവുന്ന പട്ടയം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നഗരസഭയിൽ 26-ാം ഡിവിഷനിൽ പിന്നെ ഫിഷർമാൻ കോളനിയിൽ എല്ലാവർക്കും പട്ടയം കൊടുത്താണ്. ആ സമയത്ത് വിട്ടുപോയൊരു കേസായിരുന്നത്. പല കാരണങ്ങൾ അവർക്ക് ഇപ്പോൾ നമ്മളുടെ തഹസിൽദാറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഡിവിഷൻ കൗൺസിലറൊക്കെ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഇവിടെ വെച്ചാണ് അവർക്ക് മേരി ഗ്രേസിക്ക് പട്ടയം കൊടുത്തത്. ഭർത്താവും കൂടി മരിച്ചൊരു സ്ത്രീയാണ് അവർ. അപ്പോൾ പട്ടയ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളേറെ മുന്നോട്ട് പോയി. ഇനിയും നമ്മൾ കൊച്ചിയിലെ ഒരുപാട് സ്ഥലങ്ങൾ കൊടുക്കാറുണ്ട്. കൊച്ചി മണ്ഡലത്തിലെ പട്ടയം ലഭിക്കാനുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി KJ മാക്സി MLA പറഞ്ഞു. പട്ടയ നടപടികൾക്കിടയിൽ മേരി ഗ്രേസിയുടെ ഭർത്താവ് മെൽവിൻ മരണപ്പെട്ടിരുന്നു. ഇത് ഒരു സങ്കടമായി അവശേഷിക്കുകയാണ്. 2024 മെൽവിൻ മരണപ്പെട്ടത്. കൊച്ചി താലൂക്ക് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ തഹസിൽദാർ CR ഷനോജ് കുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ EP സുരേഷ്, സീനിയർ ക്ലർക്ക് സിജിമോൾ MP, കൗൺസിലർ ഷീബാലാൽ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.